കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിൻ നാമം വാഴ്ത്തിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 7-ാം വാക്യം. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. പരിഹാസത്തിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും സങ്കീർത്തനക്കാരൻ കടന്നു പോകുന്നു. തന്നെ കാണുന്ന സകലരും തന്നെ പരിഹസിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളണം. പരിഹാസത്തിൻ്റെ എല്ലാ വശങ്ങളും ക്രിസ്തു അനുഭവിച്ചതായി സുവിശേഷകന്മാർ സാക്ഷീകരിക്കുന്നു. പുരോഹിതരും ജനങ്ങളും യഹൂദന്മാരും ജാതികളും എല്ലാ ജനവിഭാഗവും അതിൽ പങ്കുചേർന്നു. ഈ വാക്യം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ചേർത്ത് നമുക്ക് ധ്യാനിക്കുവാൻ കഴിയണം. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ ദാവീദ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. പ്രിയ സ്നേഹിതരെ, ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ വാക്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി സഹിച്ച, നിന്ന ഏറ്റുവാങ്ങിയ, പരിഹാസങ്ങൾ സഹിച്ച ഈ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ജനിച്ചിട്ടുണ്ടോ? പിതാവായ ദൈവം ലോകത്തിന് നൽകിയ സ്നേഹമാണ് ക്രിസ്തു. ഈ സ്നേഹത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ചുറ്റുപാടുകൾക്ക് പങ്കുവയ്ക്കുവാൻ ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. പരിഹാസങ്ങളും നിന്നെയും ഏറ്റെടുത്ത കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ ചുറ്റുപാടുകൾക്ക് പകർത്തുവാൻ ഈ നാളിൽ ഞങ്ങളെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.